നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഖ്യധാര പ്രവേശനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി OR കേളു. ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരസമിതി. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യമേഖലയിലെ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച തീരദേശ ഹർത്താൽ പൂർണ്ണം. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തകർക്കുന്ന കോർപ്പറേറ്റ് ലോബിക്കെതിരെ പ്രതിഷേധവുമായി മലബാർ ഡെവലപ്മെന്റ് ഫോറം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഖ്യധാര പ്രവേശനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി OR കേളു. ഇരിങ്ങൽ കോട്ടക്കുന്ന് നഗറിൽ നടപ്പാക്കിയ വികസന പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. അംബേദ്കർ ഗ്രാമവികസന പദ്ധതിയുടെ ഭാഗമായി ഇരിങ്ങൽ കോട്ടക്കുന്ന് നഗർ കേന്ദ്രീകരിച്ച് നടന്ന വിവിധ വികസന പ്രവർത്തികളുടെ ഉദ്ഘാടനം മന്ത്രി OR കേളു നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ സമസ്ത മേഖലകളിലും അതിവേഗത്തിലുള്ള വികസനം സാധ്യമാക്കാനും അതിദരിദ്രർ ഇല്ലാത്ത സംസ്ഥാനമെന്ന അപൂർവ നേട്ടത്തിനുമായാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു. കൊയിലാണ്ടി പ്രദേശത്ത് അടുത്ത ഒരു നഗർ കൂടെ തിരഞ്ഞെടുത്ത് അംബേദ്കർ ഗ്രാമവികസന പദ്ധതി നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. ഈ സാമ്പത്തിക വർഷം തന്നെ സാധ്യമായ എല്ലാ പദ്ധതികളും സാമ്പത്തിക സ്രോതസ്സുകളും സംയോജിപ്പിച്ച് സമഗ്ര വികസനം കൊണ്ടുവരാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. പക്ഷെ പൊതുവെ നമുക്ക് എടുക്കുമ്പോൾ വലിയൊരു ദാരിദ്ര്യമുണ്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ലല്ലേ. നമ്മൾ രണ്ടു നേരം ഏതായാലും തീർച്ചയായിട്ടും ആഹാരം കഴിക്കുന്നുണ്ട്, നമ്മുടെ വീട്ടിൽ പത്രം വരുത്തുന്നുണ്ട്, എല്ലാവരും മൊബൈല് ഉപയോഗിക്കുന്നുണ്ട്, നമ്മുടെ അമ്മമാരെല്ലാവരും മിക്സിയും ഫ്രിഡ്ജും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്, എല്ലാ വീട്ടിലും TV ഉണ്ട്, ചെറുതെങ്കിലും കൊച്ചു വീടും നമുക്കുണ്ട്. ഇതെല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ വലിയ ദാരിദ്ര്യമുണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. എന്നാൽ ചെറിയ ദാരിദ്ര്യം ഇനിയും ശേഷിക്കുന്നു. അതിന് വേണ്ടിയിട്ടാണ് കേരള സർക്കാർ ഇപ്പോ പഞ്ചായത്ത് വഴി അതിദരിദ്രരെ പഞ്ചായത്ത് വഴി നടപ്പാക്കുന്ന അതിദരിദ്രരെ കണ്ടെത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കാനത്തിൽ ജമീല MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പയ്യോളി നഗരസഭാ ചെയർമാൻ VK അബ്ദുറഹിമാൻ, മേലടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് ചങ്ങാടത്ത് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. ജില്ലാ പട്ടിക വികസന ഓഫീസർ KP ഷാജി, കെൽ പ്രൊജക്ട് മാനേജർ K അബ്ദുറഹിമാൻ, പയ്യോളി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ പത്മശ്രീ പള്ളിവളപ്പിൽ എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കൊയിലാണ്ടി. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യമേഖലയിലെ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച തീരദേശ ഹർത്താൽ പൂർണ്ണം. ബോട്ടുകളും വള്ളങ്ങളും കടലിൽ ഇറങ്ങിയില്ല. ബേപ്പൂർ, ചാലിയം ഹാർബറുകൾ പൂർണ്ണമായും നിശ്ചലമായി. കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ഹർത്താൽ നടത്തിയത്. മത്സ്യത്തൊഴിലാളികളുടെ തൊഴിലും ജീവനും പരിസ്ഥിതിയും സംരക്ഷിക്കണമെന്നും ബ്ലൂ ഇക്കോണമി എന്ന പേരിൽ രാജ്യത്തെ തീരദേശ മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതി നൽകുന്ന നയം നടപ്പിലാക്കുന്നതിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. ഹർത്താലിനോടനുബന്ധിച്ച് ബേപ്പൂർ ഹാർബറിൽ നടത്തിയ ധർണ ചെറുവണ്ണൂർ തിരുഹൃദയ ദേവാലയ വികാരി ഫാദർ ജിജു പള്ളിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. തീരദേശത്തെ സംരക്ഷിക്കുക നമ്മുടെ എല്ലാവരും ഉത്തരവാദിത്തമാണ്. വികസനത്തിനെതിരായിട്ടല്ല നിലനിൽക്കുന്നത്, സർക്കാരിനെതിരായിട്ടല്ല, മറിച്ച് തീരദേശത്തിലുള്ള ഓരോ ജീവനെയും സംരക്ഷിക്കുവാനായിട്ട് അത് ആരെയും കാർന്നു തിന്നുകൊണ്ടായിരിക്കരുത് എന്ന ലക്ഷ്യത്തോടുകൂടെ നടത്തുന്ന ഇതിന് എല്ലാവിധ അഭിവാദ്യങ്ങളും KLC-യുടെയും ക്രൈസ്തവ സഭയുടെയും പേരിൽ അർപ്പിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ കരിച്ചാലി പ്രേമൻ അധ്യക്ഷനായിരുന്നു. ബേപ്പൂർ ഖാസി PT മുഹമ്മദ് മുസ്ലിയാർ സംസാരിച്ചു. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ വംശനശീകരണവും ഉന്മൂലനവും
ഘട്ടം ഘട്ടമായി വരുമെന്ന് ആശങ്കപ്പെടുന്ന ഒരവസ്ഥയാണ്. 35,000 കോടി രൂപയുടെ മണൽ കേരളത്തിൽ നിന്ന് എടുക്കാൻ സർക്കാർ കണ്ടെത്തുമ്പോൾ ഇത്രയും കൊച്ചു കേരളത്തില് ഇത്രയും മണൽ ഖനനങ്ങൾ നടക്കുമ്പോൾ അത് പാരിസ്ഥിതിക വിഷയങ്ങൾ തന്നെ ഉണ്ടായിരിക്കും. മുണ്ടക്കലും ചൂരൽക്കയും മറ്റു വിഭിന്നങ്ങളായ പരിസ്ഥിതി പ്രശ്നങ്ങൾ കൊണ്ട് പൊരുതുമുട്ടുമ്പോൾ മുമ്പ് സുനാമിയും മറ്റ് സംവിധാനങ്ങളും സർക്കാരും എല്ലാവരും വെറങ്ങലിച്ചു നിൽക്കുമ്പോൾ തീരദേശത്തിന്റെ മക്കൾ അവിടെ കടന്നു കയറി ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് രാജ്യത്തിന്റെ കേരളത്തിന്റെ സംവിധാനങ്ങളെ ചേർത്ത് പിടിച്ച് ഓരോരുത്തരും അവർ രക്ഷപ്പെടുത്തിയ നമ്മൾ ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട്. എ ഹസൻ ചാലിയം, ടി ഉമേഷ് പുതിയാപ്പ, എ കെ മുജീബ്, കെ പി ഹുസൈൻ, വി മുഹമ്മദ്, ഹനീഫ ഹാജി തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരസമിതി. മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന്റെ ലൈസൻസ് പുതുക്കരുതെന്ന് സമരസമിതി നേതാക്കൾ ആവശ്യപ്പെട്ടു. അനുകൂല നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അവർ പറഞ്ഞു. പൊല്യൂഷൻ പ്രശ്നം, ഇരുതുള്ളിപ്പുഴയിലെ മാലിന്യമൊഴുക്കി വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ആയി 5 വർഷമായി സമരം ചെയ്തു വരുന്നത്. എല്ലാ വാതിലുകളും ഞങ്ങൾ കൂട്ടി. വൻ കോർപ്പറേറ്റ് മുതലാളിമാരാണ് ഇതിന്റെ പിന്നിൽ. അവര് ഉദ്യോഗസ്ഥരെയും അതുപോലെ തന്നെ ചില രാഷ്ട്രീയക്കാരെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ശുപാർശയോടെ കട്ടിപ്പാറ പഞ്ചായത്തിലെ എസ്റ്റേറ്റ് ഭൂമിയിൽ പ്രവർത്തിക്കുന്ന ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ഏപ്രിൽ മുതൽ പ്രവർത്തിക്കാൻ അനുവദിക്കരുതെന്ന് സംയുക്ത സമരസമിതി ആവശ്യപ്പെട്ടു. ശുദ്ധവായുവിനും ശുദ്ധജലത്തിനും സമരം ചെയ്യേണ്ട ഗതികേടിലാണ് കോടഞ്ചേരി, ഓമശ്ശേരി, താമരശ്ശേരി പഞ്ചായത്തുകളിലെ 5000-ഓളം കുടുംബങ്ങളെന്നും നേതാക്കൾ പറഞ്ഞു. ഓമശ്ശേരി പഞ്ചായത്തും മുക്കം മുനിസിപ്പാലിറ്റിയും മറ്റ് മലപ്പുറത്തേക്ക് കൊണ്ടുപോകാൻ തീരുമാനമെടുത്തപ്പോൾ ഈ കേരളത്തിൽ 34 ബ്രാഞ്ചുകളുണ്ട്. ഇത് 32 ബ്രാഞ്ചുകളുള്ള ഒരു അസോസിയേഷൻ ഉണ്ട്. അതിന്റെ പ്രസിഡന്റ് ഈ ഫ്രഷ് കട്ടിന്റെ ഡയറക്ടർ യൂജിനാണ് അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ അവര് തീരുമാനം മലപ്പുറം ജില്ലയിൽ നിന്ന് പറഞ്ഞു ഞങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ ജനങ്ങളെയൊക്കെ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് ഒരുപാട് രോഗികളുള്ള ക്യാൻസർ രോഗികള്, അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യുന്നവര്, അതുപോലെ തന്നെ സെറിബ്രൽ പാൽസി, ഓട്ടിസം മുതലായ രോഗികളുടെ ഡിസേബിൾ രോഗികള്. ഒക്ടോബർ 31 മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ ലൈസൻസ് കാലാവധി അവസാനിച്ചു. പഞ്ചായത്ത് നൽകിയ പ്രവർത്തനാനുമതി മാർച്ച് 31 തീരും. അതിനുശേഷം അനുമതി നൽകരുതെന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടതായി സമിതി നേതാക്കളായ എം കെ ആൻഡു, എ കെ അജ്മൽ എന്നിവർ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തകർക്കുന്ന കോർപ്പറേറ്റ് ലോബിക്കെതിരെ മലബാർ ഡെവലപ്മെന്റ് ഫോറം കരിദിനം ആചരിച്ചു. കറുത്ത വസ്ത്രങ്ങൾ ധരിച്ചും കറുത്ത തുണി കൊണ്ട് വായ മൂടിക്കെട്ടിയുമാണ് MDF പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കരിപ്പൂരിൽ നിന്നും ഹജ്ജ് യാത്രയ്ക്ക് പുറപ്പെടുന്ന യാത്രക്കാരോട് വിമാനക്കൂലിയിൽ 40,000 രൂപ അധികം ഈടാക്കുന്നതിന് പിന്നിൽ 50 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ട്. കരിപ്പൂരിലും കണ്ണൂരിലും കോഡ് ഗണത്തിൽപ്പെട്ട ചെറിയ വിമാനങ്ങളാണ് ഹജ്ജ് സർവീസ് നടത്തുന്നത്. കണ്ണൂരിൽ നിന്നും 85,000 രൂപയാണ് ഹജ്ജ് യാത്രക്കാരിൽ നിന്നും ഈടാക്കുന്നത്. കരിപ്പൂർ യാത്രക്കാരിൽ നിന്നും 40,000 രൂപ അധികം ഈടാക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? 3 വർഷം മുമ്പ് കണ്ണൂരിനേക്കാളും 2,000 രൂപ കരിപ്പൂരിൽ കുറവായിരുന്നു. കരിപ്പൂരിൽ അനാവശ്യമായി തടഞ്ഞുവെച്ച വലിയ വിമാന സർവീസ് ഉടൻ ആരംഭിക്കണമെന്നും ഡിസ നിർമ്മാണത്തിൽ ഗവാർ കമ്പനിയുടെ മെല്ലെപ്പോക്ക് നയം അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രസിഡന്റ് KM ബഷീർ അധ്യക്ഷത വഹിച്ചു. കരിപ്പൂരിനെ അടിച്ചമർത്താനും കരിപ്പൂരിന് ദയാവധം നൽകിക്കൊണ്ട് ലാഭം കൊയ്യാനുള്ള നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെയും അതുപോലെ കണ്ണൂർ വിമാനത്താവളത്തിന്റെയും അതിന്റെ ലോബികൾക്കെതിരെ ജനറൽ സെക്രട്ടറി കൈസ് അഹമ്മദ്, ചീഫ് കോർഡിനേറ്റർ R ജയന്ത്കുമാർ, ട്രഷറർ PP ഷബീർ ഉസ്മാൻ, CH നാസർ ഹസൻ, KV ഇസ്ഹാബ്, K രാധാകൃഷ്ണൻ, കരിപ്പൂരിൽ നിന്നുള്ള ആദ്യ വിമാനയാത്രക്കാരനായിരുന്ന അബ്ബാസ് ഇല്ലത്ത്, മുഹമ്മദ് പാണ്ഡികശാല, ഷാഫി ചേലാമ്പ്ര മുതലായവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന
ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഈറ്റ് റൈറ്റ് വാക്കത്തോണും ഈറ്റ് റൈറ്റ് മേളയും സംഘടിപ്പിക്കുന്നു. മാർച്ച് 2 രാവിലെ 8 മണിക്ക് വാക്കത്തോൺ മന്ത്രി AK ശശീന്ദ്രൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. മേളയുടെ ഉദ്ഘാടനം MK രാഘവൻ MPയും മേളയുടെ ഭാഗമായ സെമിനാറിന്റെ ഉദ്ഘാടനം തോട്ടത്തിലെ രവീന്ദ്രൻ MLAയും നിർവഹിക്കും. അത് കഴിഞ്ഞ് വൈകിട്ട് 4 മണിക്ക് മില്ലറ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രാധാന്യവും അത് ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചും ഉള്ള ഒരു സെമിനാർ വൈകിട്ട് നടക്കുന്നുണ്ട്, മില്ലറ്റ് മേള എന്നുള്ള രൂപത്തിൽ. അപ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട MP MK രാഘവൻ അവர்களാണ്. അപ്പോൾ ഈ പരിപാടിക്ക് ശേഷം വൈകിട്ട് 6 മണിയോടുകൂടി ഒരു മ്യൂസിക്കൽ പ്രോഗ്രാംസും അവിടെ അരങ്ങേറുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾക്കെതിരെയും തെറ്റായ ഭക്ഷണ രീതികൾക്കെതിരെയും ഫുഡ് സേഫ്റ്റി സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ രാജ്യവ്യാപകമായി ഈറ്റ് റൈറ്റ് ഇന്ത്യ മൂവ്മെന്റ് നടപ്പിലാക്കി വരികയാണ്. ഇതിന്റെ ഭാഗമായാണ് കോഴിക്കോട്ടും വാക്കത്തോണും മേളയും സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന വാക്കത്തോൺ കോർപ്പറേഷൻ ഓഫീസ്, ഗാന്ധി റോഡ് എന്നിവ വഴി ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ അവസാനിക്കും. മേളയുടെ ഭാഗമായി ഫോർട്ടിഫിക്കേഷൻ സെമിനാർ, ഫോർട്ടിഫൈഡ് ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം എന്നിവയും നടക്കും. ഈറ്റ് റൈറ്റ് മേളയുടെ ഭാഗമായി വിവിധ കോളേജുകളിൽ നടന്ന മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്യുമെന്ന് കോഴിക്കോട് ഭക്ഷ്യസുരക്ഷാ അസിസ്റ്റന്റ് കമ്മീഷണർ സക്കീർ ഹുസൈൻ A വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സുരക്ഷിതമായ ആഹാരം ആരോഗ്യത്തിന് ആധാരം എന്നുള്ള മുദ്രാവാക്യമാണ് നമ്മൾ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഡോക്ടേഴ്സ് അക്കാദമിയുടെ കേരളത്തിലെ 4ാമത് ബ്രാഞ്ച് കുറ്റ്യാടിയിൽ ഷാഫി പറമ്പിൽ MP ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ മികച്ച സ്ഥാപനങ്ങളിൽ പ്രവേശനം നേടുന്നതിന് അനുയോജ്യമായ പരിശീലനമാണ് വിദ്യാർത്ഥികൾക്ക് നൽകുകയെന്ന് അക്കാദമി അധികൃതർ അറിയിച്ചു. ഒട്ടേറെ വിദ്യാർത്ഥികളെ മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, മറ്റ് ഉന്നത പ്രൊഫഷണൽ മേഖലകളിലേക്ക് കൈപിടിച്ചുയർത്തിയ സ്ഥാപനമാണ് ഡോക്ടേഴ്സ് അക്കാദമി. 8ാം ക്ലാസ് മുതൽ +2 വരെ എൻട്രൻസ് പഠനത്തിൽ ഊന്നിയ പരിശീലനമാണ് ഡോക്ടേഴ്സിൽ വിദ്യാർത്ഥികൾക്ക് ലഭ്യമാവുക. നിലവിൽ കോഴിക്കോട്, കൊയിലാണ്ടി, നടുവണ്ണൂർ എന്നിവിടങ്ങളിൽ വിജയകരമായി പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനം കുറ്റ്യാടിയിലേക്ക് കൂടി വ്യാപിപ്പിക്കുകയായിരുന്നു. ദീർഘകാലം ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസറായിരുന്ന ഡോക്ടർ ബാബുരാജിന്റെ നേതൃത്വത്തിലാണ് ഡോക്ടേഴ്സ് അക്കാദമി പ്രവർത്തിക്കുന്നത്. ഈ വർഷം SSLC, +1, +2 ക്ലാസുകളിലാണ് വിദ്യാർത്ഥികൾക്ക് ട്യൂഷൻ ക്ലാസുകളിൽ പ്രവേശനം നൽകുക. വരും വർഷങ്ങളിൽ 8ാം ക്ലാസ് മുതൽ സൗകര്യങ്ങൾ ലഭ്യമാവുമെന്ന് ഡോക്ടേഴ്സ് അക്കാദമി മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ P. ബാബുരാജ് പറഞ്ഞു. +1, +2 എൻട്രൻസ് ഓറിയന്റഡ് സയൻസ് ട്യൂഷൻ, നീറ്റ്, JEE, കീം, റിപ്പീറ്റ് ബാച്ച് വിത്ത് ഹോസ്റ്റൽ ഫെസിലിറ്റി, കൂടാതെ 8, 9, 10 ക്ലാസ്സുകളിലെ ട്യൂഷൻ ബാച്ചുകൾ, ഇംഗ്ലീഷ് ആൻഡ് മലയാളം മീഡിയം, സ്റ്റേറ്റ് സിലബസ് ആൻഡ് CBSE സിലബസ്, ഇവയെല്ലാമാണ് ഡോക്ടേഴ്സ് അക്കാദമിയിൽ നടന്നു വരുന്ന കോഴ്സുകൾ. ഡോക്ടേഴ്സ് അക്കാദമി കുറ്റ്യാടി ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം ഷാഫി പറമ്പിൽ MP നിർവഹിച്ചു. വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഏറെ സാധ്യതകളുള്ള ഇക്കാലത്ത് പരിശീലന സ്ഥാപനങ്ങളുടെ റോൾ വളരെ വലുതാണെന്ന് അദ്ദേഹം പറഞ്ഞു. നിങ്ങൾ കുറ്റ്യാടി അങ്ങാടിയിൽ ഈ ബിൽഡിങ്ങിന്റെ മേലെ ഇരിക്കുന്ന ക്ലാസ് മുറിയിലാണോ എന്നുള്ളതോ വേറെ ഏതെങ്കിലും കോച്ചിങ് സെന്ററിലാണോ എന്നുള്ളതല്ല റിസൾട്ടിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ സ്ഥാപനത്തിനും ഇതിന്റെ പ്രൊഫഷണൽ ആയിട്ടുള്ള മുന്നോട്ട് പോക്കിനും കോമ്പറ്റന്റ് ആയിട്ടുള്ള ട്രെയിനിങ്ങിനും ഞാൻ എല്ലാവിധ സ്നേഹാശംസകളും വിജയഭാവുകങ്ങളും നേരാൻ ആഗ്രഹിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK ഷമീന, ഗ്രാമപഞ്ചായത്ത് അംഗം AC അബ്ദുൽ മജീദ്, PC രവീന്ദ്രൻ, ശ്രീജേഷ് ഊരത്ത്, VP മൊയ്തു, സാബു കീഴരിയൂർ, CH ഷെരീഫ്, KP അബ്ദുൽ മജീദ്, KP അബ്ദുൾ റസാഖ്, P ജമാൽ, ദിനേശ് മണി തുടങ്ങിയവർ സംസാരിച്ചു. MP ബഷീർ സ്വാഗതവും VC കുഞ്ഞബ്ദുള്ള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ,
കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ ഇന്നൊവേഷൻ മീറ്റും പാറ്റന്റ് എക്സ്പോയും സംഘടിപ്പിക്കുന്നു. മാർച്ച് 4-5 തീയതികളിലാണ് ഏകസ്വ 2025 എന്ന പരിപാടി സംഘടിപ്പിക്കുകയെന്ന് സംഘാടകർ പറഞ്ഞു. ഇന്നോവേഷൻസും പാറ്റന്റും പല കമ്പനീസിന്റെ ആയാലും പുറത്തുള്ളവരെ ആയാലും അത് നമ്മളിവിടെ ഇൻവൈറ്റ് ചെയ്യും. അത് നോമിനേഷൻസ് റിവ്യൂ ചെയ്ത് അത് സെലക്ട് ചെയ്ത് അതിവിടെ പല സ്റ്റാളിലായിട്ട് പ്രദർശിപ്പിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. അതുകൂടാതെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ ഇന്നോവേഷൻ ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് ഇവിടെ വരും. പിന്നെ അതായത് കമ്പനീസ് നമ്മൾ റിക്വസ്റ്റ് പോയിട്ടുണ്ട്. അവരും ചില കമ്പനീസ് വരാൻ അവർ സമ്മതിച്ചിട്ടുണ്ട്. കോഴിക്കോട് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ സെന്റർ ഫോർ ഇന്നൊവേഷൻ, എന്റർപ്രണർഷിപ്പ് ആൻഡ് ഇൻക്യുബേഷൻ ആണ് ഏകസ്വ 2025 ആതിഥേയത്വം വഹിക്കുന്നത്. നൂതനാശയങ്ങൾ വളർത്തുക, ബൗദ്ധിക സ്വത്തവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുക, നൂതനാശയ ആവാസ വ്യവസ്ഥയിലെ വിവിധ പങ്കാളികൾ തമ്മിലുള്ള സഹകരണം പ്രോത്സാഹിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഏകസ്വ സംഘടിപ്പിക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചു. ഉദ്ഘാടന ചടങ്ങിൽ കാലിക്കറ്റ് NIT ഡയറക്ടർ പ്രൊഫസർ പ്രസാദ് കൃഷ്ണ, നാഷണൽ എക്സ്പെർട്ട് അഡ്വൈസറി കൗൺസിൽ ഇൻ ടെക്നോളജി, ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, എന്റർപ്രണർഷിപ്പിന്റെ ചെയർമാൻ ഡോക്ടർ രമണൻ രാമനാഥൻ തുടങ്ങിയവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ഏകസ്വ കോർഡിനേറ്റർ ഡോക്ടർ AP സുധീർ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇന്നൊവേഷൻ കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ സർവോത്തമ ജ്യോതി, ഡോക്ടർ രജനീകാന്ത് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിപ്പറമ്പ് റംലാൻ കിറ്റ് വിതരണം നടത്തി. വോയിസ് ഓഫ് വേൾഡ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റംല മുള്ളമ്പലത്തിങ്കൽ മറിയയ്ക്ക് കിറ്റ് കൈമാറി ഉദ്ഘാടനം ചെയ്തു. 15 വർഷത്തോളമായി ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന 12A, 80G എന്നീ ഇൻകം ടാക്സ് രജിസ്ട്രേഷനുള്ള CSR ഫണ്ടിൽ ഉപയോഗിക്കാൻ പറ്റിയ സ്ഥാപനമായ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് വെള്ളിപ്പറമ്പ് വർഷത്തിൽ നിർധന രോഗികൾക്ക് നൽകാറുള്ള റംലാൻ കിറ്റ് വോയിസ് ഓഫ് വേൾഡ് കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് റംല മുള്ളമ്പലത്തിങ്കൽ മറിയയ്ക്ക് കിറ്റ് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. നിസ്കാരക്കുപ്പായ വിതരണം കമ്പിളിപ്പറമ്പ് നൂർജഹാൻ റഹ്മാൻ ബസാർ സൗദയ്ക്ക് കൊടുത്ത് ഉദ്ഘാടനം ചെയ്തു. കുറ്റിക്കാട്ടൂരിലെ ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിൽ വെച്ച് നടന്ന പരിപാടി ട്രഷറർ ബഷീർ സ്വാഗതം പറഞ്ഞു. മാനേജിംഗ് ട്രസ്റ്റി മൊയ്തീൻ കോയ അധ്യക്ഷനായി. മുത്തുലക്ഷ്മി ടീച്ചർ, ചെയർമാൻ സുമി മണ്ണൂർ, കുഞ്ഞാമിന, നസീം അൻവർ, റിയാസ് TP, ശ്രീജ, സൗദ, ഹസീന, സഫിയ എന്നിവർ പങ്കെടുത്തു. വളരെ ലളിതമായി നടന്ന പരിപാടിയിൽ ട്രസ്റ്റി റഹീദ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. 1002 വനിതകൾക്ക് സൗജന്യ പഠനവും ജോലിയും നൽകുന്ന GTech വുമൺ പവർ പദ്ധതിയുടെ 3ാം ഘട്ടം മാർച്ച് 8 മുതൽ ആരംഭിക്കും. പദ്ധതി മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. തെരഞ്ഞെടുക്കപ്പെട്ട 1002 വനിതകൾക്ക് സൗജന്യ തൊഴിൽ പരിശീലനവും ജോലിയും നൽകുന്ന 3ാമത് GTech വുമൺ പവർ പദ്ധതി തയ്യാറെടുക്കുന്നു. സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് GTech കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ റോട്ടറി ഇന്റർനാഷണലിന്റെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. പദ്ധതി മാർച്ച് 20 മുതൽ ഇന്ത്യയിലെ GTech സെന്ററുകളിൽ ആരംഭിക്കും. ഇന്ത്യയിലെ മുഴുവൻ GTech സെന്ററുകളിലൂടെയും 35 വയസ്സുവരെ പ്രായമുള്ള 1002 വനിതകളെയാണ് പരിശീലനത്തിനായി തിരഞ്ഞെടുക്കുക. പരിശീലനം പൂർത്തിയായി 6 മാസത്തിനകം തൊഴിൽ നൽകുന്ന പദ്ധതിയാണിത്. കഴിഞ്ഞ 2 വർഷങ്ങളിലായി ഈ പദ്ധതിയിലൂടെ 2023-ൽ 1000-ഉം 2024-ൽ 1001 വനിതകൾക്ക് പരിശീലനം നൽകി ജോലി ലഭ്യമാക്കിയതായി GTech ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലൊടി പറഞ്ഞു.
പദ്ധതിയിൽ ചേരാൻ ആഗ്രഹിക്കുന്ന 35 വയസ്സിന് താഴെയുള്ള വനിതകൾക്ക് ജിടെക് സെന്ററുകളിലൂടെയും നേരിട്ടോ ഓൺലൈനായോ അപേക്ഷിക്കാം. സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി ജിടെക് നടപ്പിലാക്കുന്ന ഈ പദ്ധതി ഒരു തുടർ പദ്ധതി ആയിരിക്കുമെന്ന് ജിടെക് മാനേജ്മെന്റ് അറിയിച്ചു. ജിടെക്കിന്റെ തന്നെ ജോബ് പ്ലേസ്മെന്റ് സെല്ലായ ജോബ്സ് ബാങ്കിലൂടെ പ്ലേസ്മെന്റ് നടത്തും. ഇന്ത്യയിലെ എല്ലാ ജിടെക് സെന്ററുകളിലൂടെ നേരിട്ടും ഓൺലൈനായും രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. 7902333944 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ചടങ്ങിൽ ജിടെക് ചെയർമാൻ മെഹറൂഫ് മണലൊടി അധ്യക്ഷത വഹിച്ചു. പ്രൊജക്ട് ബ്രാൻഡ് അംബാസഡർമാരായ ഗോവിന്ദ് പത്മസൂര്യ, ഗോപിക, ജിടെക് ജനറൽ മാനേജർ KB നന്ദകുമാർ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവർ പങ്കെടുത്തു. AR, VR, MR, ഇന്റഗ്രേറ്റഡ് XR ടെക്നോളജി കോഴ്സുകൾ പ്രശസ്ത സിനിമാ താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യയും ഗോപികയും ചേർന്ന് ലോഞ്ച് ചെയ്തു. ജിടെക്കിന്റെ അവധിക്കാല കോഴ്സുകൾക്കൊപ്പം AR, VR, XR മൊഡ്യൂളുകൾ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരം ഒരുക്കിയതായി ജിടെക് CMD മെഹറൂഫ് മണലൊടി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മൈജി എക്സ്മാസ് സെയിലിൽ വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസുകൾ വിതരണം ചെയ്തു. കോഴിക്കോട് മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്ന ചടങ്ങിൽ മന്ത്രി PA മുഹമ്മദ് റിയാസ് സമ്മാനദാനം നിർവഹിച്ചു. 1 ലക്ഷം രൂപ വീതം 20 പേർക്ക് നറുക്കെടുപ്പിലൂടെയാണ് നൽകിയത്. മൈജി എക്സ്മാസ് സെയിലിൽ നറുക്കെടുപ്പിലൂടെ ദിവസം 1 ലക്ഷം രൂപ വീതം സ്വന്തമാക്കിയ 20 വിജയികൾക്കുള്ള ക്യാഷ് പ്രൈസ് വിതരണം പൊറ്റമ്മൽ മൈജി ഫ്യൂച്ചർ ഷോറൂമിൽ നടന്നു. മൈജി ഓണം മാസോണം സീസൺ 2-വിൽ 45 വിജയികൾക്ക് ദിവസം 1 ലക്ഷം രൂപ വീതം നൽകിയത് ഏറെ ജനശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് മൈജി എക്സ്മാസ് സെയിലിലൂടെ 20 ദിവസം 20 വിജയികൾക്ക് 1 ലക്ഷം രൂപ വീതം സമ്മാനമായി നൽകാൻ പ്രേരണയായതെന്ന് മൈജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ AK ഷാജി പറഞ്ഞു. അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരുന്നു ദിവസേന 1 ലക്ഷം രൂപ വെച്ച് ഞങ്ങളുടെ 45 കസ്റ്റമേഴ്സിന് 45 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തത് ഭയങ്കര സ്വീകാര്യതയായിരുന്നു കസ്റ്റമേഴ്സിന്റെ ഇടയിൽ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട്, അത് സക്സസ് ആയതിന്റെ ഭാഗമായിട്ട് വീണ്ടും ഞങ്ങളുടെ 19ാം ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് വീണ്ടും 21 പേർക്ക് 1 ലക്ഷം രൂപയാണ് മന്ത്രി ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി റിയാസിന് കൊടുത്തു. ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇത്രയും കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും ഓഫേഴ്സുകൾ ഞങ്ങൾക്ക് കൊടുക്കാൻ കഴിഞ്ഞത്. കേരളത്തിൽ മാത്രം ഞങ്ങൾക്ക് 125ഓളം ഷോറൂമുകളുണ്ട്. കസ്റ്റമേഴ്സിന്റെ വലിയൊരു പിന്തുണ ഞങ്ങൾക്കുണ്ട്. പരസ്യവാചകം മാത്രമല്ല, ഞങ്ങൾ പറയുന്ന എല്ലാ കാര്യങ്ങളും വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറയുന്ന ദിവസത്തിനുള്ളിൽ മൈജിക്ക് കൊടുക്കാൻ സാധിക്കും. താങ്ക് യു. കൂടാതെ സെയിലിന്റെ ഭാഗമായി ആഴ്ചതോറും നടന്നിരുന്ന നറുക്കെടുപ്പിൽ ഗോൾഡ് കോയിൻ, റെഫ്രിജറേറ്റർ, എയർ ഫ്രയർ, റോബോട്ടിക് വാക്വം ക്ലീനർ, വാഷിംഗ് മെഷീൻ, മിക്സർ ഗ്രൈൻഡർ, പാർട്ടി സ്പീക്കർ, കൂളർ, ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോൺ, AC എന്നിവ ലഭിച്ചവർക്ക് സമ്മാനങ്ങൾ നൽകിയിരുന്നു. ഡിസംബർ 31 വരെ നടന്ന ഓഫർ പീരീഡിൽ 5000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തവർക്കാണ് നറുക്കെടുപ്പിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ മുഖ്യധാര പ്രവേശനത്തിന് സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്ന് മന്ത്രി OR കേളു. ഫ്രഷ് കട്ട് കോഴിയറവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിനെതിരെ സമരസമിതി. കേന്ദ്ര സർക്കാരിന്റെ കടൽ ഖനന നീക്കത്തിനെതിരെ മത്സ്യമേഖലയിലെ ആക്ഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച തീരദേശ ഹർത്താൽ പൂർണ്ണം. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ തകർക്കുന്ന കോർപ്പറേറ്റ് ലോബിക്കെതിരെ പ്രതിഷേധവുമായി മലബാർ ഡെവലപ്മെന്റ് ഫോറം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.